ഇറാനിൽ ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തിനെതിരായി പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര പ്രതിഷേധം മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ പ്രക്ഷേപകരുടെ ആശയവിനിമയ മാർഗങ്ങൾ തകർക്കാൻ ഉപഗ്രഹ സിഗ്നലുകളെ പോലും തടസ്സപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്യം ഏതുവിധേനയും പ്രക്ഷോഭത്തെ അടിച്ചമർത്തൽ. അതിനായി എന്തു മാർഗവും ഇറാൻ കൈക്കൊള്ളും. യുദ്ധകാലത്ത് എതിരാളികളുടെ വ്യോമമേഖലയിൽ ഉപഗ്രഹ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഇറാൻ പ്രക്ഷോഭകരെ ലോകത്തിന്റെ മറ്റിടങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം അടിച്ചൊതുക്കാൻ ഇന്റർനെറ്റും മൊബൈൽ സേവനങ്ങളും വിച്ഛേദിച്ചതിന് പിന്നാലെയാണ് സ്റ്റാർലിങ്ക് ഉപയോഗവും ഇറാൻ നിരോധിച്ചിരുന്നു. പ്രക്ഷോഭകരുടെ ആശയവിനിമയ മാർഗങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കിയ ഇറാന് തിരിച്ചടിയായാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സൗജന്യ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. ഇപ്പോഴിതാ സ്പേസ് എക്സ് ലഭ്യമാക്കിയ സൗജന്യ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനവും ഇറാൻ തടസ്സപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഇറാനിൽ ലഭ്യമായി തുടങ്ങിയതിനു പിന്നാലെ ജാമറുകൾ ഉപയോഗിച്ച് സൈന്യം ഈ സേവനം തടസ്സപ്പെടുത്തിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ മസ്കുമായി സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്പേസ് എക്സ് സ്റ്റാർ ലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇറാനിൽ നൽകിയത്. സ്പേസ് എക്സ് വഴി ഇറാനിലെ സ്റ്റാർലിങ്ക് വരിസംഖ്യ ഒഴിവാക്കി രാജ്യത്ത് റിസീവറുകളുള്ള ആളുകൾക്ക് പണം നൽകാതെ തന്നെ ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കാനാണ് അവസരമൊരുക്കിയത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ സൈന്യം ഈ നീക്കം ആകെ അപ്പാടെങ്ങ് പൊളിച്ചു. സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് ഇറാനിൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത് ചാരപ്രവർത്തനമായി കണക്കാക്കിയാൽ വധശിക്ഷ വരെ ലഭിക്കാമെന്നും ഇതിനായി ഇറാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം ഇറാനിലെ പ്രതിഷേധക്കാർക്ക് സഹായം വാഗ്ദാനം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനിലേക്ക് സഹായം ഉടൻ എത്തുമെന്നും പ്രതിഷേധക്കാരോട് അവരുടെ പ്രകടനങ്ങൾ തുടരാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇറാനിൽ ആഴ്ചകളായി നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയുണ്ടായ അടിച്ചമർത്തലിൽ ഏകദേശം 2000 പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന എത്തിയത്. സ്റ്റാർലിങ്കിനെ തടയാൻ ഉപയോഗിച്ചിരുന്ന നൂതനമായ ജാമിംഗ് സാങ്കേതിക വിദ്യ ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചതല്ല എന്നാണ് അനുമാനം. ഒന്നുകിൽ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ആകാം ഇറാന് ഈ സാങ്കേതിക വിദ്യ കൈമാറിയതെന്നാണ് ആരോപണം. ഉക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യ സ്റ്റാർലിങ്കിനെതിരെ പ്രയോഗിച്ചതിന് സമാനമായ രീതികളാണ് ഇറാനിലും കാണുന്നതെന്നും സൈബർ സുരക്ഷാ വിദഗ്ധനായ അമീർ റാഷിദി അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈനീസ് നിർമ്മിതമായ അതിശക്തമായ മൈക്രോവേവ് ജാമിംഗ് സാങ്കേതിക വിദ്യയാകാം ഇതിന് ഉപയോഗിച്ചതെന്നും ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിന് പോലും ഭീഷണിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനെറ്റ് വിച്ഛേദിച്ചതിലൂടെ ഇറാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മണിക്കൂറിൽ ഏകദേശം $1.56 ദശലക്ഷം നഷ്ടമുണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഇറാൻ ഭരണകൂടം. എന്തുതന്നെയായാലും ജനങ്ങളെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിന് അടിച്ചമർത്താൻ ഇനി അധികം നാളുകൾ അല്ലെങ്കിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ ഇറാനിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ അധികം നാൾ താമസിക്കേണ്ടി വരില്ല എന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ.